ശരി ശ്രീജിത്ത്, ഇപ്പോൾ RJD നേതാവ് ശ്രീ വർഗീസ് ജോർജ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വർഗീസ് ജോർജ്, തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്. തിരുവല്ലയാണ് ഒരു പ്രധാനപ്പെട്ട ഫോക്കസ്. അവിടെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അനൂപ് ആന്റണി അവിടെ BJP സ്ഥാനാർത്ഥിയായേക്കും. അവിടെ സജീവമായി അനൂപ് ആന്റണി ഇടപെടുന്നു. അങ്ങനെ BJPക്ക് പിടിക്കാൻ കഴിയുന്ന ഒന്നാണ് തിരുവല്ല മണ്ഡലം എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ശരിയായിട്ട് വസ്തുതകൾ മനസ്സിലാക്കിയിട്ടല്ല ഈ ഒരു അവകാശവാദം. തിരുവല്ലയിലെ വിവിധ സഭകളുടെയൊക്കെ കേന്ദ്രമാണെങ്കിലും തിരുവല്ല വളരെ സെക്യുലറായ ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ 57 ഇലക്ഷനിൽ, അതിനുശേഷമുള്ള ഇലക്ഷനിലൊക്കെ അവിടെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് ജയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള സമൂഹമാണ് നമ്മുടെ തിരുവല്ലയിലെ സമൂഹം. ഇതേപ്പറ്റിയുള്ള ഇലക്ഷൻസ് എടുത്ത് നോക്കിയാൽ 1965 വരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ശക്തമായ സ്വാധീനമുള്ള സ്ഥലമായിരുന്നെങ്കിലും 67 മുതൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം, സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും പ്രതിപക്ഷം അവിടെ രൂപപ്പെട്ടിരുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് രണ്ടുപേർക്കും തുല്യം ബലമുള്ള ഒരു മണ്ഡലമാണ്. ഏകപക്ഷീയമായിട്ട് കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമല്ല. ഇവിടെ മാത്യു തോമസിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അതിപ്പോ 5-6 തവണ ഒരു ജനതാ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ജയിച്ചു വരികയാണ്. ഇതിനിടയിൽ മറ്റൊരു പാർട്ടിക്ക് സ്പേസ് ഉണ്ടോ, BJPക്ക് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ BJP ഒരു ഫോഴ്സ് ആണെന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം അത് വളരെ അടുത്ത കാലത്താണ് അവരൊരു ഫോഴ്സായിട്ട് വന്നത്. അതിനുമുമ്പ് അവരൊരു ഈ രണ്ട് കക്ഷികൾക്കിടയിൽ ഒരു മൈനർ പാർട്ണർ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴ് പ്രത്യേകിച്ചും അവിടെ കഴിഞ്ഞതിന് മുമ്പിലത്തെ അസംബ്ലി ഇലക്ഷൻസിൽ 32,000 വോട്ടോളം BJP നേടിയ ഒരു സാഹചര്യം ഉണ്ടായി. ഡോക്ടർ വർഗീസ് ജോർജ്, ഈ കണക്കുകൾ നോക്കുമ്പോഴേ 2016 അക്കീരമൺ അദ്ദേഹം 31,000-ൽ കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ട്. ശബരിമല ഇഷ്യൂ വളരെ ശക്തമായി നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് 40,000-ൽ കൂടുതൽ വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് സുരേന്ദ്രൻ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അനിൽ ആന്റണിക്ക് ഒരു 31,000 വോട്ടൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഭയുടെ ഒരു പിന്തുണയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും വേണമെങ്കിൽ വിജയിക്കാമെന്നൊരു അവകാശവാദം അവർ ഉന്നയിച്ചാൽ, പ്രത്യേകിച്ച് അനൂപ് ആന്റണിയെ നമ്മൾ ശ്രദ്ധിക്കണം. അനൂപ് സഭയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അവിടെ ഒരു ഇത്തരത്തിലൊരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട് എന്നത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ കണക്കുകളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അങ്ങേപ്പോലൊരു തെരഞ്ഞെടുപ്പുകളെ കൃത്യമായി വിശകലനം ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഒരു സാധ്യത അവിടെ കാണാൻ കഴിയുന്നില്ലേ? ഒടുവിൽ പറഞ്ഞ രണ്ടും പാർലമെന്റ് ഇലക്ഷനിലെ കണക്കുകളാണ്. അതിന് മുമ്പ് 32,000 വോട്ട് ബഹുമാനപ്പെട്ട കാളിദാസ് ഭട്ടതിരി വാങ്ങിയത് നിയമസഭാ ഇലക്ഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിയമസഭാ ഇലക്ഷനിൽ BJPക്ക് പരമാവധി കാണിക്കാൻ സാധിച്ചിട്ടുള്ളത് 31,000. ബാക്കി രണ്ടും ദേശീയ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അവിടെ ശബരിമല ഒരു ഘടകമായിരുന്നില്ലേ? ഈ പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അതൊരു ദേശീയ വികാരം എന്നതിനപ്പുറത്തേക്ക് അതൊരു ശബരിമല വികാരമായിരുന്നു. ഇപ്പോഴും നമുക്കറിയാം വേറൊരു തരത്തിൽ ശബരിമലയൊക്കെ സജീവമായി ചർച്ചകൾ നിൽക്കുന്ന ഒരു സമയമല്ലേ? അതെ, ശബരിമല കത്തിക്കാളുന്ന സമയത്ത് അവിടെ അതിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, BJPക്ക് ഉണ്ടായിരുന്നു. അവരുടെ വോട്ട് ശതമാനം, അബ്സല്യൂട്ട് നമ്പർ ഓഫ് വോട്ട്സും വർദ്ധിപ്പിക്കുന്നതിന് അവർക്ക് സാധിച്ചു. പക്ഷെ അതൊന്നും തിരുവല്ല നിയോജകമണ്ഡലത്തില് വിജയിക്കുന്നതിന് അത് പോരാ. പ്രത്യേകിച്ചും പഴയ കല്ലൂപ്പാറ നിയോജകമണ്ഡലം എന്ന് പറയുന്ന ഇപ്പൊ ഇല്ല. ആ കല്ലൂപ്പാറ നിയോജകമണ്ഡലം ഏതാണ്ട് അതിന്റെ 1/2 ഭാഗം ഇപ്പൊ തിരുവല്ലയോട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറെ ഇടതുപക്ഷ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഇപ്പോൾ കൂടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് UDFും LDFും തമ്മിൽ നല്ല ഒരു ഫൈറ്റാണ്, ഒരു ബൈപോളർ ഫൈറ്റ് അവിടെ നടക്കും. പക്ഷെ അതിനിടയിൽ കൂടെ BJPക്ക് വരാൻ സാധിക്കുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അനൂപ് കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചാണ്. അത് തിരുവല്ലയിൽ വന്നിരുന്നു. അവസാന നിമിഷമാണ് അദ്ദേഹം അമ്പലപ്പുഴയിലേക്ക് പോയത്. പക്ഷേ തിരുവല്ലയിൽ വളരെ മോശമായിരുന്നു BJPയുടെ പ്രകടനം അല്ലേ? തിരുവല്ലയിലെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. അങ്ങനെ അദ്ദേഹം തിരുവല്ല വിട്ട് അമ്പലപ്പുഴയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ 2021 പോലെ അല്ല അനൂപ് ആന്റണി ഇത്തവണ തിരുവല്ലയിൽ മത്സരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് എത്തുന്നത്. അദ്ദേഹം കുറച്ചുകൂടി ശക്തനാണ് പാർട്ടിയിൽ. ഗ്രൂപ്പ് സമവാക്യങ്ങളായിരുന്നു കഴിഞ്ഞ തവണ തിരിച്ചടി ആയതെങ്കിൽ ഇത്തവണ BJP ജനറൽ സെക്രട്ടറിയായി BJP അധ്യക്ഷന്റെ വളരെ ശക്തമായൊരു പിന്തുണയിൽ വരുമ്പോൾ പാർട്ടിയും കൂടെയുണ്ട്, സഭ കൂടെയുണ്ട്. ഈ ഒരു ഹിന്ദു വോട്ടുകളും ഒക്കെ ആണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതല്ലേ ശ്രീ വർഗീസ് ജോർജ്? ശ്രമിച്ചു നോക്കാവുന്നതല്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ, തൃശ്ശൂരിലെ ലോക്സഭാ ഇലക്ഷനിൽ BJP ജയിച്ചു. വേറെ 12ഓളം അസംബ്ലി സെഗ്മെന്റിലെ BJP ഒന്നാമതായിട്ട് വന്നു.
അവിടെ ഒന്നും ഈ ഒരു തിരുവല്ല പ്രത്യക്ഷപ്പെടുന്നില്ല. തിരുവല്ല ഇപ്പോഴും സാമ്പ്രദായികമായിട്ട് UDF LDF കക്ഷികളുടെ നല്ലൊരു മത്സരരംഗം തന്നെയാണ്. പക്ഷെ BJP അവിടെ എമർജ് ചെയ്ത് വരണമെങ്കിൽ അവർക്ക് കുറെ കൂടെ വോട്ട് പെർസെന്റേജ് എണ്ണവും വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. BJPക്ക് ഒരു സംഘടനാപരമായിട്ട് വലിയ ശക്തിയുള്ള സ്ഥലമൊന്നുമല്ല. സംഘടനാപരമായിട്ട് വളരെ ദുർബലമായിട്ട് ഓർഗനൈസേഷൻ അവരുടേത് വളരെ വീക്കാണ്. അതുകൊണ്ട് കൂടിയാവാം. അങ്ങ് ഈ അടുത്ത് തിരുവല്ല ആ ഭാഗത്തൂടെ വല്ലതും സഞ്ചരിച്ചിരുന്നോ? അതെ. ഇപ്പോ രാവിലെ ശ്രീജിത്ത് തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് എല്ലായിടത്തും അനൂപിന്റെ മുഖമാണ്. അനൂപ് നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അല്ലെങ്കിൽ പോലും വളരെ സജീവമായി മണ്ഡലത്തിൽ ഇപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയാം, അത് തെറ്റായ കണക്കൂടില്ല. കഴിഞ്ഞ തവണ BJPയുടെ പഞ്ചായത്തിലെ പെർഫോമൻസ് നോക്കിയാൽ മതി. അപ്പൊ BJP അവിടെ എത്ര പഞ്ചായത്തുകൾ പെർഫോം ചെയ്തു, അവിടെ നിന്നാണല്ലോ അടിസ്ഥാന വോട്ടുകൾ വേണ്ടത്. ഇപ്പൊ കവിയൂർ പഞ്ചായത്തിൽ BJPക്ക് 5 അംഗങ്ങളുണ്ട്, ശക്തമായ ഒരു പാർട്ടി ആയിട്ടുണ്ട്. പിന്നീട് വളരെ ഫലപ്രദമായിട്ട് ഗ്രാസ് റൂട്ടിൽ നിന്നുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണമൊന്നും അവർക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല. കാരണം ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് അവർക്ക് ആ തരത്തിൽ കിട്ടിയിട്ടില്ല. അതേസമയം CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാ പഞ്ചായത്തുകളും ബാക്കി പഞ്ചായത്തുകളൊക്കെ അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തിരുവല്ലയിൽ ഒരു തേർഡ് ഫോഴ്സായിട്ട് എമർജ് ചെയ്യാൻ ആന്റണി കേവലം പോസ്റ്ററുകളിലൂടെ അല്ലെ ഫ്ലെക്സിലൂടെ ഒന്നും വരാൻ സാധിക്കത്തില്ല. എത്ര സ്ഥലത്ത് ഓഫീസുണ്ട് BJPക്ക്, എത്ര വാർഡുകളിൽ BJPക്ക്, എത്ര പഞ്ചായത്തിലുണ്ട്, എത്ര ആക്ടിവിസ്റ്റുകളുണ്ട്. അപ്പൊ അവർ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് വരാൻ സാധിക്കത്തുള്ളൂ. ഇതൊരു റിയാലിറ്റിയാണ്. ഞാൻ തിരുവല്ലയിലെ ഇലക്ഷൻ നിന്നിട്ടുള്ള ആളാണ്. ഞാൻ പരമാവധി ഞാൻ തോക്കുമ്പോൾ ഞാൻ 38,000 വോട്ട് പിടിച്ച ആളാണ്. 38,000 വോട്ട് പിടിച്ച ആളാണ്. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഇത് അറിയാവുന്നതാണ്.